കർപ്പുമുളപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വളരെ പ്രക്ഷുബ്ധമായ രീതിയിൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ബ്രൂവറി. ആദ്യം എന്താണ് ബ്രൂവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ചാരായം അല്ലെങ്കിൽ സ്പിരിറ്റ് വാറ്റിയെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ബ്രൂവറി ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പുറകിൽ ഒത്തിരി വിവാദങ്ങള്, കൈക്കൂലി ആരോപണങ്ങൾ, നമ്മൾ അതിന്റെ ഒന്നും മെറ്റിലോട്ട് കിടക്കുന്നില്ല. നമുക്കറിയാം കേരള മോഡൽ വികസനം എവിടെ എത്തി നിൽക്കുന്നു. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് വന്നിട്ടുള്ള വ്യവസായങ്ങൾ എത്രയെന്ന് നമുക്കറിയാം, പുതിയ തൊഴിലവസരങ്ങൾ എത്രയെന്ന് നമുക്കറിയാം, നമ്മൾ ആളോഹരി വരുമാനം എത്ര രൂപ കൂടിയെന്നറിയാം. ഗൾഫിലുള്ള പൈസ പോയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആളോഹരി വരുമാനം ഒന്നും കൂടിയിട്ടില്ല. 10 വർഷത്തിനിടയ്ക്ക് 10 വർഷത്തിന് മുമ്പുള്ളതുപോലെ തന്നെ നിൽക്കുന്നു. കേരളത്തിന്റെ സമ്പദ്ഘടന നിലനിൽക്കുന്നത് മദ്യ വ്യവസായം, ലോട്ടറി വ്യവസായം, ഇങ്ങനെ 1-2 മേഖലകളിൽ ഊന്നിയിട്ടാണ് നിൽക്കുന്നത്. മറ്റ് പ്രൊഡക്ഷനൊന്നും കാര്യമായിട്ട് കേരളത്തിൽ വർദ്ധിച്ചതായിട്ട് എനിക്കറിയില്ല. മദ്യവ്യവസായത്തില് ഇപ്പൊ ബ്രൂവറി വിവാദത്തില് ഉണ്ടാവുന്ന പ്രശ്നം, പണ്ട് കൊക്കോകോള സമരകാലത്ത് പോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലദൗർലഭ്യത നേരിടുന്ന ജില്ലകളിൽ ഒന്നാണ് പാലക്കാട്. അന്ന് കൊക്കോകോള കമ്പനി വന്നത് പാലക്കാട് പ്ലാച്ചിമടയിലാണ്. ജലം അധികമുള്ള ആലപ്പുഴ പോലുള്ള ജില്ലകളിൽ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ടതാണ്. ജലമില്ലാത്ത സ്ഥലത്ത് ജലത്തിന് വേണ്ടിയിട്ട് അവർ ബുദ്ധിമുട്ടുകയും ജലമുള്ള സ്ഥലത്ത് എടുക്കാതിരിക്കുകയും ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നില്ല. രണ്ടാമതായി, കേരളത്തിലോട്ട് മദ്യം കൊണ്ടുവരുന്നതിന് ആരും എതിർക്കുന്നില്ല. ഇന്നലെ ഞാൻ കണ്ടു, തിരുവനന്തപുരത്ത് പാളയത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ ബ്രൂവറിക്കെതിരായിട്ട് ക്രിസ്ത്യൻ ചർച്ചുകളുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഒരു ധർണ സമരം. ബ്രൂവറി വരാതിരുന്നാൽ കേരളത്തിലെ മദ്യത്തിന്റെ ഉപഭോഗം കുറയുമോ എന്ന് ചോദിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അവരുടെ അടുത്ത് ഈ സാഹചര്യത്തിൽ ചോദിക്കുന്നത് ശരിയല്ല. അവർ വിചാരിക്കുന്നത് മദ്യത്തിനെതിരായിട്ട് സമരം ചെയ്യുന്നത് എന്തോ ഒരു നല്ല കാര്യമാണെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. ഞാൻ അതിന്റെ മെരിറ്റിലോട്ടും ഡിമെരിറ്റിലോട്ടും കിടക്കുന്നില്ല. ഞാനൊരു മദ്യപാനത്തെ അനുകൂലിക്കുന്ന ആളുമല്ല. പക്ഷേ കേരളത്തിൽ മദ്യം വരുന്നുണ്ട്. എവിടുന്ന് വരുന്നുണ്ട്? മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്നുണ്ട്. എന്തുകൊണ്ട് ട്രാവൻകൂർ ഷുഗർ മില്ല് പോലുള്ള കേരളത്തിലുള്ള മദ്യ നിർമ്മാണ യൂണിറ്റുകൾ പൂട്ടിപ്പോയി എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കണം. കേരളത്തിലെ ഉണ്ടായിരുന്ന വലിയൊരു ഇതായിരുന്നു ട്രാവൻകൂർ ഷുഗർ മിൽസ്. ഇപ്പൊ എന്താണെന്ന് എനിക്കറിയത്തില്ല, അതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ കേരളത്തിലെ മദ്യ ഉൽപാദനം മക്ഡോവൽസ് കമ്പനിക്കാർ മാത്രം നടത്തുന്നു എന്നാണ് എന്റെ അനുമാനം. മറ്റ് കമ്പനികൾക്ക് ഉള്ള മദ്യം കേരളത്തിലോട്ട് ഇറക്കുമതി ചെയ്യുകയാണ്. എന്താ, ആ മദ്യം കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചാൽ കേരളത്തിലെ ജോലി സാധ്യത കൂടത്തില്ലേ? കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് മാത്രം മദ്യം ചീത്തയാണെന്ന് നമുക്ക് പറയാൻ പറ്റും? കേരളത്തില് പിന്നെ ഈ കമ്പനിക്കാരെല്ലാം, ഈ സമരം നടത്തുന്ന രാഷ്ട്രീയ കക്ഷികളെല്ലാം മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. മദ്യം എത്ര മദ്യമാണോ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് അതിന്റെ 4 ഇരട്ടി വെള്ളം അത് കുടിക്കുന്നവർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ശുദ്ധജലത്തിന്റെ അല്ലെങ്കിൽ കുടിവെള്ളം അല്ല പ്രശ്നം. കുറച്ചു പേർക്ക് കോഴ കിട്ടി, മറ്റുള്ളവർക്ക് കോഴ കിട്ടിയില്ല എന്നുള്ളത് മാത്രമാണ് പ്രശ്നം. നമുക്കത് മനസ്സിലാക്കാം. പക്ഷേ കമ്പനികൾ എന്തുകൊണ്ട് ജലദൗർലഭ്യത ഉള്ള പാലക്കാട് തന്നെ കൂടുന്നു എന്നും, കാര്യം കേരളത്തിലെ ഏറ്റവും കുറച്ച് തെങ്ങുള്ള സംസ്ഥാനം ജില്ലയായിട്ട് കൂടി പാലക്കാടാണ് ഏറ്റവും കൂടുതൽ കള്ള് ഉൽപ്പാദിപ്പിക്കുന്നത്. കേരളത്തിലെ ഒരിക്കൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ പറഞ്ഞു, കേരളത്തിലെ മുഴുവൻ തെങ്ങുകൾ ചെത്തിയാലും കിട്ടുന്നതിനേക്കാളും കൂടുതൽ കള്ള് കേരളത്തിൽ വിറ്റ് പോകുന്നുണ്ട്. അത് എവിടുന്നാ വരുന്നത്? അതെല്ലാം കലക്കാണ്. അപ്പോൾ മദ്യം കള്ള് കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല, കള്ളിൽ മായം കലർത്തുന്നതിന് കുഴപ്പമില്ല. ആൾക്കാർ പറയുന്നത്, എനിക്ക് കേൾക്കുന്നത് കുളമ്പോ പേസ്റ്റ് കലക്കിയിട്ടാണ് കൊടുക്കുന്നത്, അത് നമ്മൾ കുടിക്കുന്നു, അതിനൊന്നും ഒരു പ്രശ്നമില്ല. അത് ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അതും പ്രശ്നമില്ല. പക്ഷേ ബ്രൂവറി വരാൻ പാടില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ബ്രൂവറി അല്ല പ്രശ്നം. മദ്യത്തിന്റെ ഉപഭോഗം നമ്മൾ കുറയ്ക്കുന്നില്ല. മദ്യം നമ്മൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ബ്യൂറേഴ്സ് നടത്തണമെന്നുണ്ടെങ്കിൽ ആ ബ്യൂറേഴ്സിൽ വഴി വിൽക്കുന്ന മദ്യം കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കണമെന്ന് നമ്മൾ ശാഠ്യം പിടിക്കുന്നില്ല. കേരളത്തിലുള്ളവർക്ക് തൊഴിൽ കിട്ടണമെന്ന് ആവശ്യപ്പെടുന്നില്ല. ബ്രൂവറി നിർത്തണം എന്ന് മാത്രമാണ് ആവശ്യപ്പെടുന്നത്. ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. AAP ആയിട്ട് ബന്ധമുള്ള ഒരു കമ്പനിയാണ് അവിടെ വരുന്നത്. അപ്പോൾ AAP യുടെ
സ്വാധീനമുള്ള കമ്പനി ഇന്ത്യ മുന്നണിയിലുള്ളതാണല്ലോ. ഈ രണ്ടുപേരും ഇന്ത്യ മുന്നണിയിലുള്ളതാണ്. AAP ഇന്ത്യ മുന്നണിയിലുള്ളതാണ്, കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിലുള്ളതാണ്, CPM ഇന്ത്യ മുന്നണിയിലുള്ളതാണ്. അപ്പം ഇവിടെ ഈ മുന്നണിക്കാരെല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ബ്രൂവറിക്ക് മാത്രം അവരൊരു ഐറ്റം കൽപ്പിക്കുന്നു. ബ്രൂവറിയെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതല്ല. പക്ഷെ ബ്രൂവറിക്ക് ഇവിടെ കേരളത്തിൽ എത്രയോ കുടിവെള്ള കമ്പനികളുണ്ട്, അവരെല്ലാം കേരളത്തിലെ ജലം ചൂഷണം ചെയ്യുന്നുണ്ട്. എത്രയോ സോഡ കമ്പനികളുണ്ട്, അവരെല്ലാം കേരളത്തിലെ ജലം ചൂഷണം ചെയ്യുന്നുണ്ട്. അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതിവിടെ നമ്മൾ ഉപയോഗിക്കുകയാണ്. അതിന്റെ 4 ഇരട്ടി വെള്ളം നമ്മൾ ഈ മദ്യം കുടിക്കുന്നവർ അതിനുവേണ്ടി ചെലവാക്കുന്നുമുണ്ട്. അപ്പം ജലദൗർലഭ്യതയോ ശുദ്ധജല ലഭ്യതയോ ഒന്നും അല്ല പ്രശ്നം. ഇതിനകത്ത് കൃത്യമായ രാഷ്ട്രീയവും കൃത്യമായ അജണ്ടകളുമുണ്ട്. ജനങ്ങൾ ഇവരുടെ പുറകെ കൂടുമ്പോഴത്തേക്ക് ആ അജണ്ടകൾ എന്താണെന്ന് മനസ്സിലാക്കാനും അവരെ ചോദ്യം ചെയ്യാനും കൂടെ തയ്യാറാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.